friends, welcome to my frogs. അപ്പോൾ ഇത് നമ്മുടെ ഒരു സാധാരണ സിംഗിൾ മെഷീനാണ്. അപ്പോൾ ഈ മെഷീനിൽ തയ്ക്കാവുന്ന കുറേ തയ്യലുകളും അതുപോലെ തന്നെ ഈ മെഷീനിൽ ഫുഡ് ചേഞ്ച് ചെയ്തിടുന്നതും അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ എല്ലാവരുടെയും കയ്യിൽ ഉള്ള മെഷീൻ ഇത് തന്നെയാണ്, നമ്മുടെ ഹോം പർപ്പസിന് ഉപയോഗിക്കുന്ന മെഷീനാണിത്. അപ്പോൾ ഈ മെഷീനിൽ എനിക്ക് ധാരാളം കമൻറ്റുകൾ വന്നിരുന്നു, എങ്ങനെയാണ് ഇതിൽ എവിടേക്കാണ് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓയിൽ ഇടേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ്. മെഷീനിൽ നമ്മൾ എങ്ങനെയാണ് ഓയിൽ ഇടേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഓയിൽ ഇടേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ, പുതിയതായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നോർമലി മെഷീൻ വാങ്ങിക്കുമ്പോൾ, കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ തന്നെ പറയുന്നത് 15 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ഈ മെഷീനിൽ ഓയിൽ ഇടണം എന്നുള്ളതാണ്. 15 ദിവസത്തിലൊരിക്കലും ഇട്ടില്ലെങ്കിലും ഒരു മാസത്തിലൊരിക്കലെങ്കിലും നമ്മളിതിന് ഓയിലിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ബോട്ടിലാണ് നമുക്ക് ഇതിൻ്റെ മെഷീൻ ഓയിൽ വാങ്ങാൻ കിട്ടുന്നത്. മെഷീൻ ഓയിൽ എന്ന് പറഞ്ഞ് കടയിൽ ചെന്നാൽ അവരിത് തരും. നമ്മുടെ ഈ മെഷീൻ ആക്സസറീസും സ്റ്റിച്ചിങ് ആക്സസറീസും ഒക്കെ കിട്ടുന്ന കടയിൽ ഇത് കിട്ടും. ഇതൊരു ചെറിയ ബോട്ടിലിന് 25-30 ആ ഒരു റേറ്റാണ് വില. അപ്പോൾ 1 ലിറ്ററിൻ്റെയൊക്കെ വലിയ ബോട്ടിൽസും കിട്ടും. ഇപ്പം കൂടുതൽ ഉപയോഗിക്കുന്നവർ അതുപോലെയുള്ള വലുത് വാങ്ങിക്കുന്നതായിരിക്കും ലാഭകരം. അപ്പോൾ നമുക്ക് ഈ എണ്ണ എവിടെയൊക്കെയാണ് ഈ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ കാണുന്ന ഈ മെഷീൻ്റെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന കുറേയധികം ഹോൾസ്, ഒരു 3-4 ഹോൾസ് ഇവിടെയും ഒക്കെ കാണും. അപ്പോൾ ഇവിടെ കണ്ടോ, വാങ്ങിക്കുന്ന മെഷീനിൽ തന്നെ അവർ ഓയിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ 3 ഹോൾസിലും കണ്ടോ, ഇവിടെ ഈ ഹോളിൽ ഇങ്ങനെ ഈ 3 ഹോളിലും നമുക്ക് ഓയിൽ ഇടേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പോർഷനിലിടണം, ഈ പോർഷനിലും ഇടണം. ഇത് നമ്മളിങ്ങനെ ഹാൻഡ് വീൽ കറക്കുമ്പോൾ താഴേക്ക് പോവുകയും പൊങ്ങി വരികയും ചെയ്യുന്ന പോർഷനാണ്. കണ്ടോ ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് കണ്ടോ, ഇവിടെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിതൊന്ന് ഹാൻഡ് വീലൊന്ന് കറക്കി കൊടുക്കുക. ഒരു 2-3 തുള്ളി ഓയിൽ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ ചെറുതായിട്ട് ഹാൻഡ് വീൽ കറക്കി കൊടുക്കുമ്പോൾ ഈ ഓയിൽ ഉള്ളിലേക്ക് ഇറങ്ങി ഇതിങ്ങനെ താഴെ, ഈ കവർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ താഴേക്ക് ഇത് കണക്ട് ചെയ്തിരിക്കുന്നതാണ്, നീഡിലുമായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ബാറുകളാണിതൊക്കെ. അപ്പോൾ ഇതിലും നമ്മൾ ഈ ഭാഗത്തും ഓയിൽ അപ്ലൈ ചെയ്യുക. പിന്നെ നല്ല കംപ്ലൈൻ്റ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു സ്ക്രൂ കണ്ടോ, ഈ സ്ക്രൂ അഴിച്ചിട്ട് നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റും. ഇത് അഴിച്ചെടുത്തിട്ട് ഇതിനുള്ളിൽ നമുക്ക് ഓയിലിട്ട് കൊടുക്കാം. ഇതൊക്കെ താഴേക്ക് വരുന്ന ഓരോ ബാറുകളുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ തന്നെയും ഓയിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരൊറ്റ സ്ക്രൂ അഴിച്ചാൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ വന്നിട്ട് ഇവിടെ അതുപോലെ ഇവിടെയും ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ ഹോളിലൊക്കെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 2-3 തുള്ളി ഒഴിച്ചാൽ മതിയാവും ഓയിൽ. ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹാൻഡ് വീൽ ഇങ്ങനെ കറക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ആദ്യം ശരിക്കും പറഞ്ഞാൽ 15 ദിവസത്തിലൊക്കെ നമ്മൾ ഓയിൽ ഇടുക, 15 ദിവസത്തിലൊരിക്കൽ ഓയിൽ ഇടുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ, സ്റ്റിച്ചിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോഴൊക്കെ ഓയിൽ ഇടുക എന്ന് പറയുമ്പോൾ ഇതുപോലെ ഈ മുകളിൽ കാണുന്ന ഭാഗങ്ങളിൽ മാത്രം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഈ 2 പോർഷനിലും അതുപോലെ ഈ ഹോൾസിലുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ക്ലീനായിട്ട് മാസത്തിലൊരിക്കലൊക്കെ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഇവിടെ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുകയോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടീത്തിൻ്റെ ഭാഗത്തുണ്ടല്ലോ, ടീത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഇവിടെയൊക്കെ ഒരു ഹോളുണ്ട്, ഇവിടെയൊക്കെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ ടീത്തിലും 1-2 തുള്ളിയൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ഇവിടെ അത്യാവശ്യം എന്തെങ്കിലും ഒരു നൂലോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകും. അതുപോലെ തന്നെ ഇവിടെയും ഒരു 1-2 തുള്ളി ഓയിൽ ഇവിടെയും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ പുറകുവശത്ത് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടാവും. ഇതിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമുക്കിതിങ്ങനെ ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ഈ സ്ക്രൂ കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ അടപ്പ് മാറ്റി കഴിയുമ്പോൾ ഇതിനകത്തും കുറച്ച് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ കുറേ പോർഷൻസ് കണ്ടില്ലേ, ഇവിടെയും ഒക്കെ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഈ സ്റ്റിച്ചിങ് റെഗുലേറ്ററിൻ്റെ മൂവ്മെൻറ്റും ഈ സ്റ്റിച്ചിങ് റെഗുലേറ്ററിൻ്റെ പോർഷനൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മളിത് അനക്കുമ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മളിതിങ്ങനെ മുകളിലേക്കും താഴേക്കും ആക്കുമ്പോൾ കാണാം ഇവിടെ ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഈ പുറകുവശത്ത് ഞാൻ ഈ ക്യാപ്പ് മാറ്റിയിട്ട് ഓയിൽ ഒഴിക്കണം എന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെയും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ ബെൽറ്റ് നമ്മളിവിടെ നിന്നും ഈ ഹാൻഡ് വീലിൽ നിന്നും അതുപോലെ തന്നെ താഴത്തെ വീലിൽ നിന്നും റിലീസ് ചെയ്യുക. ബെൽറ്റ് ഇത് ടൈറ്റായിട്ടല്ല ഇട്ടിരിക്കുന്നത് നമ്മൾ തയ്ക്കാൻ നേരത്തെ. അപ്പോൾ ഇതൊന്ന് ഊരി മാറ്റുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇത് മുകളിലേക്ക് ഉയർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് ഇവിടെ കാണുന്നത് ഈ
നമ്മളിത് അനക്കുമ്പോൾ കാണും, കണ്ടോ? അത് ഈ വീലൊന്ന് അനക്കുമ്പോൾ കാണാം നമുക്കിവിടെ എന്തൊക്കെയാണ് മൂവ്മെൻറ്റ്സ് വരുന്നതെന്ന്. ഈ മൂവ്മെൻറ്റ്സ് വരുന്ന ഈ പോർഷനിലൊക്കെ തന്നെയും ഒന്ന് ഓയിലിട്ട് കൊടുക്കുക. ഈ സ്ക്രൂസൊക്കെ നിങ്ങൾ കാണുന്ന ആ പോർഷനിൽ ഈ ഭാഗത്തുണ്ട്, അതിൻ്റെ താഴെ ഇവിടെ ഉണ്ട്, ഇവിടെ അതുപോലെ തന്നെ 4 കോർണറിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇവിടെയും ഇവിടെ കണ്ടോ, ഇവിടെ ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെയും ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളൊരു 2-3 മാസം കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് നമ്മൾ തയ്ക്കുന്നതിൻ്റെ പൊടി അഴുക്കൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇവിടെയും കൂടെയൊക്കെ ഒന്ന് ഓയിലിട്ട് കൊടുക്കുക. ഈ അകത്ത് കാണുന്ന നമുക്ക് അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ വീലൊന്ന് മൂവ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന് എവിടെയൊക്കെയാണ് മൂവ്മെൻറ്റ് വരുന്നതെന്ന്. ഇവിടെ ഈ പോർഷനിൽ അതുപോലെ തന്നെ ഈ സ്ക്രൂ കാണുന്നിടത്തൊക്കെ തന്നെയും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഞാനിവിടെ മോട്ടർ യൂസ് ചെയ്യുന്നില്ല ഈ മെഷീന്. അപ്പോൾ മോട്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ നമ്മുടെ ഈ താഴത്തെ വീല് കണ്ടോ, ഈ വീലിൻ്റെ ഈ പോർഷനിലും ഈ വീലൊന്ന് കറക്കുമ്പോൾ അറിയാം ഇതുപോലെ തന്നെ നമുക്ക് എവിടെയാണ് മൂവ്മെൻറ്റ് വരുന്നതെന്ന്. ഈ വീലിൻ്റെ ഈ പോർഷനിലും അതുപോലെ തന്നെ ഈ പോർഷനിലും ഈ ഭാഗത്തും ഈ 3 പോർഷനിലും ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയും ഭാഗങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ സാധാരണ മെഷീനിൽ, നോർമൽ മെഷീനിൽ, ഡബിൾ മെഷീനിലാണെങ്കിലും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓയിലൊക്കെ ഇവിടെ ഒഴിച്ച് കഴിയുമ്പോൾ എന്തായാലും കുറേയൊക്കെ തൂവി ഇവിടേക്കൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മളൊരു തുണി കൊണ്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. അതുപോലെ തന്നെ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നല്ല തുണി എടുത്ത് വെച്ച് തയ്ക്കരുത്. ആദ്യം കുറച്ചൊരു നമ്മൾ അല്ലാത്ത വേസ്റ്റ് കട്ട് പീസുകളൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ആ ഓയിൽ പോകുന്നത് വരെ ഒന്ന് തയ്ക്കുക. കാരണം ഇതിൽ നിന്നൊക്കെ ഓയിൽ ഇങ്ങനെ നമ്മളിത് ഇവിടെ ഓയിൽ ഒഴിക്കുമ്പോൾ ഈ നീഡിൽ കൂടി വരെ ഓയിൽ ഇങ്ങനെ ഇറ്റിറ്റ് വീഴും. അപ്പോൾ ആ നല്ല തുണിയാണെങ്കിൽ അതിലൊക്കെ ഓയിലാവും. അതുകൊണ്ട് ആദ്യം കുറച്ച് കട്ടിങ് പീസിലൊക്കെ തയ്ച്ച് ശരിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല തുണി തയ്ക്കാൻ തുടങ്ങാവൂ. അപ്പോൾ സാധാരണ മെഷീനിൽ ഇത്രയും ഭാഗങ്ങളിലൊക്കെ തന്നെയാണ് നമ്മൾ ഓയിൽ ഇടേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.